ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ലോഗ് കണ്ടാലോ? അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സൺഡേ ആണ്. അപ്പോൾ ഞാൻ സാധാരണ സൺഡേയിൽ എൻ്റെ ഓർഡറിന് വേണ്ടിയിട്ട് ഫ്രൈഡേ ബേക്കിംഗ് എല്ലാം ചെയ്യും, സാറ്റർഡേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അതായത് ഈ കേക്കിനൊക്കെ എനിക്ക് കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നു. കപ്പ് കേക്ക്സ്, സിക്കിൾസ്, പോപ്സ്, മാക്രോൺസ്, ഡോണറ്റ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ സാറ്റർഡേ ചെയ്തു വെച്ചു. ഇതിപ്പോൾ സൺഡേ രാവിലെ ഏകദേശം ഒരു 9:30 ആ ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നിന്നിട്ട് ഞാനിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. കുറച്ച് കേക്ക്സൊക്കെ കസ്റ്റമർ വന്നെടുക്കുന്ന കേക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ബോക്സിലാക്കി വെച്ചു. പിന്നെ കുറച്ച് നമ്മൾ ഡെലിവറി ചെയ്യേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഈ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കേക്ക് ഇത് ഡെലിവറി ബോയ് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് ബോക്സിലാക്കി കൊടുത്തു വിടുന്നുണ്ട്. ഈ ഒരു കേക്ക് കസ്റ്റമർ പറഞ്ഞ അതേ മോഡലിൽ നമ്മൾ ചെയ്തതാണ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ആൻഡ് റെഡ് കളർ ടോണിൽ. ഇതൊരു 2 kg വെയിറ്റിൽ വരുന്നൊരു കേക്കാണ്, ഒരു സെമി ടോൾ വെഡ്ഡിങ് കേക്ക്. അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്തു. ഈ ഒരു ബോക്സ് വരുന്നത് 10x10 സൈസിലാണ് കേട്ടോ. പക്ഷേ ഈ ബോക്സിന് ഒട്ടും തന്നെ തിക്നെസ് ഇല്ല, അതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷേ കാണാൻ നല്ല എലഗൻറ്റ് ലുക്കാണ് അല്ലേ. അപ്പോൾ അങ്ങനെ അത് സെറ്റ് ചെയ്തു കൊടുത്തു വിട്ടു. പിന്നെ അടുത്തത് ഉണ്ടായിരുന്നത് ഒരു ബാപ്റ്റിസം കേക്കാണ് കേട്ടോ. നമുക്ക് സാറ്റർഡേ സൺഡേ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഓർഡറാണ് ബാപ്റ്റിസത്തിൻ്റെ കേക്കിൻ്റെ കൂടെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് നമുക്ക് ഓഫ് വൈറ്റ് ഗോൾഡ് ആ ഉള്ളൊരു കളർ തീമിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഡെസേർട്ട് ഐറ്റംസും കൂടി ഉണ്ട്. പിന്നെ ഈ ഒരു കേക്കിൽ പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, അതായത് ഒരു ബേബീനെ ടോപ്പിൽ ഇങ്ങനെ കിടത്തിയിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആക്രിലിക്കിൻ്റെ ടോപ്പറും വെച്ചു. പിന്നെ ഇത് ഗോൾഡ് ആൻഡ് ഓഫ് വൈറ്റ് അവർ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ഗോൾഡൻ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവർ ഞാൻ ആലുവ ബേക്കേഴ്സിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല ഫ്ലവറാണ് കേട്ടോ. നല്ലൊരു പ്രത്യേകം ഒരു ഭംഗി ആ കേക്കിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കേക്ക് ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ഇതിൻ്റെ കൂടെയാണ് എനിക്ക് കുറച്ച് ഡെസേർട്ട് ഐറ്റംസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കേക്ക് നമുക്ക് പെരുമ്പാവൂരാണ് ഡെലിവറി ചെയ്യാനുള്ളത്. അതായത് ഏകദേശം ഇവിടെ നിന്നൊരു 20 കിലോമീറ്ററോളം വരും. അങ്ങനെ ആ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു ബാപ്റ്റിസം കേക്കും ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇതേ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. ഇത് കസ്റ്റമർ റെഫറൻസ് അയച്ച അതേ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടോപ്പറൊക്കെ കസ്റ്റമർ തന്നെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊരു 10th ബർത്ത്ഡേയുടെ കേക്കാണ്, ഒരു ഗെയിം തീമിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ തന്നെയാണ് നമ്മൾക്ക് ബാപ്റ്റിസം കേക്കും അതുപോലെ തന്നെ ഒരു വെഡിങ് ആനിവേഴ്സറിയുടെ കേക്കും കൂടി ഉണ്ടായിരുന്നു അവർക്ക് തന്നെ. അപ്പോൾ ഇത് വരുന്നത് എനിക്ക് അങ്കമാലിയിലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓർഡേഴ്സ് ഞാൻ ഡെലിവറി ചെയ്യേണ്ടത് എല്ലാം ഡിഫറെൻറ്റ് പ്ലേസസ് ആണ്, അതായത് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇവിടെ എല്ലാം ആ കറക്റ്റ് ടൈമിൽ ഓടിയെത്തോ എന്നുള്ളത്. നമുക്ക് രാവിലെ ആയിട്ട് ഒട്ടും തന്നെ ടൈം ഉണ്ടായിരുന്നില്ല. ഓരോ കേക്കും സെറ്റ് ചെയ്യുമ്പോഴും ടൈം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ബാപ്റ്റിസമൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഒരു 11-12 ആ ഒരു ടൈമിലൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം ആ കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യണം. അങ്ങനെ ഈ ബർത്ത്ഡേ കേക്ക് നമ്മൾ സെറ്റ് ചെയ്തു. പിന്നെ അവർക്ക് തന്നെയാണ് ഒരു ബാപ്റ്റിസം കേക്കും അതുപോലെ തന്നെ ഒരു വെഡിങ് ആനിവേഴ്സറി കേക്കും. വെഡിങ് ആനിവേഴ്സറി കേക്ക് പ്രത്യേകിച്ച് മോഡലൊന്നുമില്ല, ഒരു സിമ്പിൾ ഒരു മോഡലായിരുന്നു. പിന്നെ അതിനകത്ത് ഞാൻ ഇതുപോലെ ഒരു ആക്രിലിക്കിൻ്റെ ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ബാപ്റ്റിസം കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ നമ്മൾ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഞാൻ എപ്പോഴും നെയിം ടാഗ് കൊടുത്തിട്ടാണ് വെക്കുന്നത്. അതല്ലെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ശരിക്കും ആരുടെ കേക്കാന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നെയിം ടാഗൊക്കെ കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ബാപ്റ്റിസം കേക്കിൽ ഇതുപോലെ തന്നെ ഒരു ബേബീനെ കിടത്താനും പിന്നെ ഫോണ്ടൻറ്റിൻ്റെ വിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വിങ്സ് ഞാനിപ്പോൾ വയ്ക്കുന്നില്ല. സാധാരണ ഞാൻ വിങ്സ് വെച്ച് തന്നെയാണ് കൊണ്ടുപോകാറ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഡെലിവറി കുറച്ചധികം കേക്കുകൾ കാറിലുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൊടുത്തിട്ട് വേണം ലാസ്റ്റാണ് ഈ ഒരു ബാപ്റ്റിസം കേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിങ്സ് വെച്ച് അത്രയും ലോങ് ചിലപ്പോൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിങ്സ് വെക്കുന്നില്ല. വിങ്സ് അവിടെ ചെന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ച് ഞാനത് ബോക്സിലാക്കി വെച്ചു. ബാക്കി കേക്കിൻ്റെ പരിപാടികളെല്ലാം തീർത്തു കേട്ടോ. ഈ കേക്കിൻ്റെ ഈ കളറ് വരുന്നത് ഷുഗറിൻ്റെ ലാവൻഡർ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു ഗോൾഡൻ കളറിലെ നേരത്തെ നമ്മൾ ചെയ്തില്ലേ ഒരു ഗോൾഡൻ കളർ കേക്ക്. അപ്പോൾ ആ കേക്കിൻ്റെ കൂടെയുള്ള ഡെസേർട്ട് ഐറ്റംസ് ആണ് കേട്ടോ. മാക്രോൺസ് ഉണ്ടായിരുന്നു, സിക്കിൾസ്, പോപ്സ്. അപ്പോൾ ഈ സിക്കിൾസിലും പോപ്സിലൊക്കെ ഞാൻ കുറച്ച് ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുക്കീസാണ്. ഇത് നമ്മുടെ ഷുഗർ കുക്കീസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഫോണ്ടൻ ഡെക്കറേഷൻസ് ആണ് കേട്ടോ കൊടുത്തേക്കണം. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് റോയലൈസിങ് ചെയ്യാറാണോ അതോ ഫോണ്ടൻ്റ് ആണോ കൊടുക്കണമെന്നുള്ളത്. ഞാൻ രണ്ടും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ ഫോണ്ടൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കാരണം അത്യാവശ്യം വർക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഫോണ്ടൻ ഡെക്കറേഷൻസ് കൊടുത്തു. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു കേട്ടോ. ഓരോന്നും സെപ്പറേറ്റ് ബോക്സിലാക്കിയൊക്കെ റെഡിയാക്കി വെച്ചു.
ഇനി ഇതെല്ലാം നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട്. ഇനി അത് കാറിലേക്ക് കയറ്റി കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഒരു 1 ഹവറിൽ കൂടുതൽ ട്രാവലിംഗ് ഉണ്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് വീണ്ടും ഒരു 1 ഹവർ ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ ഏകദേശം തിരിച്ചെത്തുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ സമയം ഒരു 10:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കേക്കുകളെല്ലാം സെറ്റ് ചെയ്ത് ബോക്സിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് കാറിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ പിന്നെ കുറച്ച് കേക്കുകൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വന്ന് കൊണ്ടുപോകണ കുറച്ച് കേക്കുകളുണ്ട്. അപ്പോൾ അത് അവർക്ക് പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾക്കിത് ഡെലിവറി ചെയ്യാം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ സിക്കിൾസിൻ്റെയും പോപ്സിൻ്റെയൊക്കെ റെസിപ്പി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ കാറിൽ ഇങ്ങനെയാണ് നമ്മൾ കേക്കുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. കുറച്ച് സീറ്റിലും വെക്കും, കുറച്ച് താഴെയും വെക്കും. അപ്പോൾ അത്യാവശ്യം ടോളായിട്ടുള്ള കേക്കുകൾ ഞാൻ ഇതുപോലെ താഴെയാണ് വെക്കാറുള്ളത്. ബാക്കി ഡെസേർട്ട് ഐറ്റംസ് എല്ലാമാണ് സീറ്റിൽ വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്റ്റാൻഡുകൾ കൊടുക്കേണ്ടതുണ്ടായിരുന്നു ഒരു കസ്റ്റമറിന്. അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ഡെലിവറിക്ക് പോവേണ്ട. ഞാൻ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. മെയിനായിട്ട് എനിക്ക് അവിടെ കറക്റ്റ് ടൈമിന് എത്തോ എന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ് ഉള്ളത്. അല്ലാതെ കേക്കിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി അവിടെ സെറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് കുറച്ച് ഡിലേ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് അവരെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു, കേക്കും കപ്പ് കേക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫുൾ സെറ്റിൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ഒന്നും കിട്ടിയില്ല. ബാക്കിയുള്ള ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പോന്നു. കാരണം അവർക്കത് വലിയ ധാരണയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ അത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇനി കേക്കും കപ്പ് കേക്കും മാത്രം അവർക്ക് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല മഴയായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല മഴയായിരുന്നു. പിന്നെ കുറച്ച് ബ്ലോക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. അവിടെ ഉച്ചയ്ക്ക് 12 മണിക്കായിരുന്നു. അപ്പോൾ ഏകദേശം അവിടെ 12 മണിക്ക് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെയായിരുന്നു എനിക്ക് വേറൊരു ബാപ്റ്റിസം കേക്കും പിന്നെ ഒരു ബർത്ത്ഡേ കേക്കും പിന്നെ ഒരു ആനിവേഴ്സറി കേക്കും ഉണ്ടായിരുന്നത്. അതെൻ്റെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അവരെന്ത് ഫംഗ്ഷൻ വന്നാലും നമ്മളുടെ അടുത്ത് തന്നെയാണ് കേക്ക് മേടിക്കുന്നത്. അപ്പോൾ ഞാൻ ദേ അവിടെ ചെന്നിട്ടാണ് ആ ഒരു വിങ്സൊക്കെ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ട് തന്നെ എനിക്ക് ആ വിങ്സ് നന്നായിട്ട് തന്നെ കിട്ടി. കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വിങ്സ് എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. വിങ്സ് ഞാൻ ഫോണ്ടൻറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ വിങ്സ് ചെയ്യണതിൻ്റെ വീഡിയോ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. അതിൻ്റെ മോൾഡിൻ്റെ ഡീറ്റെയിൽസും അത് എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം. എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കുകൾ വരുമ്പോഴാണ് നമ്മുടെ റിപ്ലൈ വൈകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇപ്പോൾ ഇതിനകത്തൊരു ആനിവേഴ്സറി കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആനിവേഴ്സറി കേക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു സിമ്പിൾ കേക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പർ ഞാൻ ഇവിടെ വന്നിട്ടാണ് വെച്ചത്. കാരണം ആ ടോപ്പർ ഭയങ്കര തിന്നായിട്ടുള്ളൊരു ടോപ്പറായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെച്ചത്. പിന്നെ ബാപ്റ്റിസം കേക്കും സെറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ഗെയിമിൻ്റെ തീമിലുള്ള ഒരു ബർത്ത്ഡേ കേക്കും, അപ്പോൾ അതും കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്തു. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ച ദിവസങ്ങൾ പൊതുവേ ഇങ്ങനെയാണ്, മൊത്തം തിരക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഏകദേശം സമയം ഒരു 1 മണിയായി. അപ്പോൾ എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അറേബ്യൻ പാലസിലേക്ക് വിട്ടു. കാരണം ഇന്ന് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അത്രയും തിരക്കായിരുന്നു. സാധാരണ ഞാൻ എത്ര തിരക്ക് വന്നാലും വീട്ടിൽ ഫുഡ് ഉണ്ടാക്കേണ്ടതാണ്, പക്ഷേ ഇന്ന് എനിക്ക് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇതേ പോയി അവിടെ നിന്ന് ഒരു ഫുഡൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇതിപ്പോൾ വൈകുന്നേരത്തെ കേക്കാണ്. ഒരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഈ ഒരു 16th ബർത്ത്ഡേയുടെ വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സിക്കിൾസും പിന്നെ കുറച്ച് കപ്പ് കേക്ക്സും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഇത് വൈകുന്നേരത്തെ കൊള്ളതാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. ഇത് ഒരു 2 kg വെയിറ്റിൽ വരുന്നൊരു ടോൾ ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. നല്ല എലഗൻറ്റ് ലുക്കല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി. ഇനി വൈകുന്നേരത്തെ കേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ഞാൻ പോയിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കസ്റ്റമർ എന്നോട് 6 മണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 6 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു ഈച്ചക്കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ കേക്ക് ഞങ്ങളവിടെ വെച്ചിട്ട് പോന്നു. പിന്നെ ബർത്ത്ഡേ കേക്ക് പോയി സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.